ഇപ്പോൾ അബ്ദുൾ മജീദ്, ശ്രീ അബ്ദുൾ മജീദ് ഈ സ്കൂൾ മാനേജറാണ്. ശ്രീ അബ്ദുൾ മജീദ്, ഞാൻ ഈ സ്കൂളിനെ പറ്റി തന്നെ ചോദിക്കുകയായിരുന്നു. നിങ്ങളുടെ മാനേജ്മെന്റിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണോ ഈ അധ്യാപികമാർ ഈ സന്ദേശം ഗ്രൂപ്പിലിട്ടത്? ഇത് ഗ്രൂപ്പിലിട്ടതല്ല, ആക്ച്വലി ഇത് പേഴ്സണലായിട്ട് 1-2 രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുത്തൊരു സന്ദേശം. അത് വ്യക്തിപരമായിട്ട് രക്ഷിതാക്കളിൽ നിന്നും അത് ഷെയർ ചെയ്ത് പോയതാണ്. ഗ്രൂപ്പിൽ നമ്മൾ ഒഫീഷ്യലി ഓണം സെലിബ്രേഷൻ നേരത്തെ തീരുമാനിച്ചു. PTA കൂടി ഓണം സെലിബ്രേഷൻ 28-ാം തീയതി നടത്താനും വിപുലമായിട്ട് നടത്താനും തീരുമാനിച്ചു. പൂക്കള മത്സരങ്ങൾ അടക്കം സ്റ്റാർട്ട് ചെയ്തതാണ്. നോക്കൂ ശ്രീ അബ്ദുൾ മജീദ്, ഒരു സംശയം, ഞാൻ ആ വോയിസ് ഒന്നുകൂടെ കേൾക്കുകയായിരുന്നു. അത് ഞങ്ങൾ കേട്ടതാണ് ഓൾറെഡി. ഡിയർ പാരന്റ്സ് എന്നാണ്, അല്ലാതെ വ്യക്തിപരമായ ആർക്കെങ്കിലും അയച്ചതാണെന്ന് തോന്നുന്നില്ല. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരുപാട് പേർക്ക് ഒരേ സമയം എത്തിക്കാനാണ്. അത് ഗ്രൂപ്പിലിട്ടില്ല. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒന്നിച്ച് അയക്കണമെങ്കിൽ എളുപ്പ വഴി സ്വീകരിക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്. അതിനർത്ഥം അത് പേഴ്സണൽ മെസ്സേജ് ആണെന്നല്ല, അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനുള്ള സന്ദേശമാണ്. അങ്ങനെ നിങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെയാണോ ഇങ്ങനെ ഒരു സന്ദേശം ആ അധ്യാപിക, ഒരു അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപിക എന്ന് പറയുമ്പോൾ എനിക്കറിയാം, താങ്കൾക്കും അറിയാം എത്രത്തോളം ഒരു അവകാശമൊക്കെ അവർക്ക് എടുക്കാൻ കഴിയും, ഇങ്ങനെ ഒരു കാര്യത്തിൽ അധികാരം എടുക്കാൻ കഴിയുമെന്ന് എനിക്കും താങ്കൾക്കും അറിയാലോ. അപ്പോ താങ്കളുടെയോ മാനേജ്മെന്റിന്റെയോ അറിവോ സമ്മതമോ ഇല്ലായിരുന്നു ഈ കാര്യത്തിൽ? അതെ 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 അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊരു അധികാരം ആർക്കും കൊടുത്ത ആ വോയിസ് വന്നപ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കും. എന്ത് നിരുത്തരവാദിത്വ നടപടിയാണെന്ന് മാനേജ്മെന്റ് അത് തീരുമാനിക്കും. അവർക്ക് വേണ്ട അവരോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. സ്വന്തം തീരുമാനപ്രകാരം ആ അധ്യാപിക ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അതെ. അങ്ങനെയൊക്കെ ഒരു സ്കൂളിലെ ഒരു അധ്യാപികയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ? അവര് പേഴ്സണലായിട്ട് അയച്ചതാണത്. ഈ രണ്ടാമത്തെ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ടല്ലോ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് എടുത്ത തീരുമാനം. മാഡം വോയിസ് കേട്ടാൽ മനസ്സിലാവും. ഈ മാനേജ്മെന്റ് വർഷം ഓണം സെലിബ്രേഷൻ കുറച്ച് സാമ്പത്തിക, ഞങ്ങൾ ഈ വർഷം പുതിയ മാനേജ്മെന്റ് മാറിയതാണ്. അപ്പൊ സാമ്പത്തിക പ്രയാസം കാരണം മിനിമൽ സെലിബ്രേഷൻ ഓരോ കുട്ടികളിലേക്കൊന്നും ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്ത് ഭക്ഷണം, അതുപോലെ പൂക്കള മത്സരം ഇതൊക്കെ ആയിട്ട് ഒരു മിനിമൽ സെലിബ്രേഷൻ എന്നുള്ള രൂപത്തിലാണ് എന്നാണ് അത് പറയുന്നത്. മാനേജ്മെന്റ് തീരുമാനം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ വ്യക്തിപരമാണെന്നുള്ളതും ലാസ്റ്റ് പറയുന്നുണ്ട്. വോയിസ് പൂർണ്ണമായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വിഷയത്തിൽ പരാതി നൽകിയ ഹസന് അങ്ങയോട് എന്തോ ഒന്ന് പറയാനുണ്ട്. ഹസൻ, എന്താണത്? നമസ്കാരം. മജീദ് സാർ, ഹസനാണ്. നമസ്കാരം. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു വോയിസ് ആണെന്നാണ് ഇപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സാറ് ഞാൻ അവിടെ വന്നപ്പോഴും അവതരിപ്പിച്ചുള്ള കാര്യം. ഇപ്പൊ ന്യൂസ് 8 വന്നിരിക്കുമ്പോഴും സാർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. സാറേ, ഇനി അടുത്ത ദിവസങ്ങളിൽ ആ ടീച്ചർ വന്നിട്ട് മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ പറയുമോ? ഞാൻ മാനേജ്മെന്റിന്റെ അറിവോടുകൂടിയാണ് എന്നെ പുറത്താക്കി, അതിന്റെ പ്രതിഷേധം എന്തെങ്കിലും രേഖപ്പെടുത്തുമ്പോൾ സ്കൂൾ മാനേജ്മെന്റിനെ ബാധിക്കരുത്. കാരണം പറയാനുള്ളത് മാനേജ്മെന്റിന് തെറ്റുപറ്റി എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊരു തെറ്റ് തന്നെയാണ്. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ. കാരണം സംസ്ഥാനത്തിനൊട്ടാകെ ഈ ന്യൂസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറാജുൽ സ്കൂളിലെ പല സ്കൂളുകൾ കേരളത്തിനകത്ത് ഒട്ടുമിക്ക ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രിവിലേജ് കൊണ്ടൊന്നും സ്കൂളിന് വലിയ നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയുണ്ടെങ്കിൽ തിരുത്തു പോകാൻ പറ്റാവുന്ന ഒരു ഏറ്റവും വലിയ സാഹചര്യമാണ്. സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ഖേദം പ്രകടിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ പത്രസമ്മേളനം വിളിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഖേദം പ്രകടിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രായശ്ചിത്തം എന്ന് പറയുന്ന പശ്ചാത്താപം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അപ്പോഴും എൻ്റെ സംശയം, നിങ്ങൾ പുതിയൊരു മാനേജ്മെന്റ് ആണ് എന്ന് അറിയാം. ഈ പുതിയ മാനേജ്മെന്റിന് ഇങ്ങനെ മതപരമായ കാര്യങ്ങളിലൊക്കെ ഒരു കാർക്കശ്യത്തോടെയുള്ള നിലപാടുണ്ടോ? അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മുസ്ലിം ഒട്ടുമില്ല. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറയുന്ന അച്ഛൻ ഈ നാട്ടുകാരനാണ്. അച്ഛനോട് ചോദിച്ചറിയാം, ഇവിടെ രാവിലെ മോർണിംഗ് പ്രയർ നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെന്റ് നമ്മളെ ഖുർആൻ ഓതിക്കൊണ്ടാണ് തുടങ്ങിയത്. അതുപോലും നമ്മളൊരു പബ്ലിക് സ്കൂളാണെന്നുള്ള മാറ്റം വരുത്തിയിട്ട് വളരെ ലിബറലായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഓരോ ദിവസങ്ങളിലും ഇന്ന് മലയാളമാണെങ്കിൽ നാളെ ഇംഗ്ലീഷ്, ഒരു ഹിന്ദി, അങ്ങനെ ആ രൂപത്തിലേക്ക് പോലും ആ പ്രേരണ മാറ്റിക്കൊണ്ടുവന്നു. അപ്പോ വളരെ 90% അധ്യാപികമാരും ഇവിടെ എന്താണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്കൊന്നും ആ രൂപത്തിൽ നമ്മളോട് ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല, അങ്ങോട്ടും പെരുമാറിയിട്ടില്ല. എത്ര കുട്ടികളുണ്ട് സ്കൂളിൽ? സ്കൂളിൽ ഈ വർഷം 207 കുട്ടികളുണ്ട്. അതിലൊരു മതപരമായ ഒരു കണക്കെടുത്താൽ എത്രത്തോളം കുട്ടികളാണ് മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവർ? മറ്റു വിഭാഗത്തിൽ നിന്ന് ഒരു 15 കുട്ടികളോളം മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരൊക്കെ. ബാക്കി 250-ലധികവും മുസ്ലിം വിഭാഗത്തിൽ. 207 മൊത്തം ഉള്ളത്. 207 ആകുള്ളത്.
207 ഒരു 15 കുട്ടികൾ ഒഴിച്ച് എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽ അതെ അതെ നിന്നുള്ളവരാണ്. അതെ അതെ അതെ. അപ്പൊ ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണഗതിയിൽ സംഘടിപ്പിക്കാറുള്ളത്? നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ എല്ലാ ആഘോഷവും ഉണ്ടാവാറുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ ഇതിന്റെ ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം അവിടുത്തെ ഒരു അധ്യാപിക വന്ന് പറയുകയാണ് ഈ ആഘോഷമൊന്നും വേണ്ട, ഈ ഹിന്ദു മതസ്ഥരുടെ വേഷമൊന്നും ധരിക്കേണ്ട എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു അധ്യാപിക എങ്ങനെയാണ് നിങ്ങളുടെ മാനേജ്മെന്റ് എങ്ങനെയാണ് ഇത്ര പ്രതിലോമകരമായ നിലപാടുകളുള്ള ഒരു അധ്യാപിക എങ്ങനെയായിരുന്നു ആ സ്കൂളിൽ ജോലി ചെയ്തത് എന്നോർത്ത് എനിക്ക് ഒരു ഞെട്ടലുണ്ട്. അതെ, നമ്മൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ മാനേജ്മെന്റിന്റെ രാത്രിയായിട്ട് അടിയന്തര യോഗം കൂടിയിട്ട് എടുത്ത തീരുമാനമാണ് അവരെ മാറ്റി നിർത്തുക. മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്യുക. ഈ ടീച്ചർക്ക് എന്തെങ്കിലും പ്രത്യേക ചാർജ് ഉണ്ടായിരുന്നോ ഈ 2 അധ്യാപകർക്ക്? ഇല്ല ഇല്ല ഇല്ല. വെറുതെ പ്രത്യേകിച്ച് യാതൊരു കാരണവും ഇല്ലാതെ ഈ 2 ടീച്ചർമാർ അങ്ങനെ ഒരു മെസ്സേജ് അവിടെ ചാർജ് ഒന്നുമില്ല അവിടെ ഇല്ല. ഒരു ക്ലാസ് ടീച്ചർ, ക്ലാസ് ഇൻചാർജ് എന്ന് മാത്രം, ക്ലാസ്സിലെ ടീച്ചർ അധ്യാപിക എന്നുള്ള മാത്രം ചാർജ്. ഇവരെ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്? ഇവര് പല ക്ലാസ്സിലും ക്ലാസ് എടുക്കുന്നുണ്ട്, ഒറ്റ ക്ലാസ്സിലായിട്ടില്ല. ആലോചിച്ച് നോക്കൂ ശ്രീ അബ്ദുൽ മജീദ്, ഇത്തരം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ആശങ്കപ്പെടാറുള്ളത് എപ്പോഴും. അതിനിടയിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ ഇത്തരത്തിലുള്ള മെസ്സേജ് കൊടുത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അപകടം പിടിച്ച കാര്യമല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോ സസ്പെൻഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്താണ് നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഭാവി കാര്യങ്ങൾ ഇനി അവരില്ല ഇവിടെ, അതന്നെ. ഈ 2 അധ്യാപകരെയും സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതെ, അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. മാനേജ്മെന്റിന് ഇതിൽ യാതൊരു അറിവും ഇല്ലെന്ന് തന്നെ അങ്ങ് ആവർത്തിക്കുന്നു. അതെ, ഒഫീഷ്യലി നമ്മൾ ലെറ്ററും ഇവിടുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും അത് വിശ്വസിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റ് തരമില്ല. എനിക്കിപ്പോഴും അതിൽ ഒരു അവിശ്വാസം തോന്നുന്നത് 2 അധ്യാപകർക്ക് എങ്ങനെയാണ് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഒക്കെ ഇടാൻ പറ്റുന്നത് എന്നതിൽ എനിക്കിപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. പക്ഷേ താങ്കൾ പറയുന്നു അത് മാനേജ്മെൻറ്റിന് അറിയില്ല. ഇനി ആ അധ്യാപകർ വന്ന് പറയുകയല്ലാതെ അതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് അറിയാനും വഴിയില്ല. ഹസൻ, അതാണ് അവിടുത്തെ പ്രശ്നം. തീർച്ചയായും മാനേജ്മെന്റിന്റെ വാദം പല രീതിയിലുള്ള വാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് നേരത്തെ ആങ്കർ പറഞ്ഞ പോലെ ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ്. ഇനി സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ ടീച്ചർ ആരാണെന്ന്, ആ ടീച്ചർ പത്രമാധ്യമങ്ങളിലൂടെ വന്നോ അല്ലെങ്കിൽ ആ ടീച്ചറുടെ വോയിസ് ആയിട്ട് ഒരു അപേക്ഷ തീർച്ചയായും ഈ പൊതുസമൂഹത്തിനോട് നടത്തേണ്ടതുണ്ട്. കാരണം ആ ടീച്ചറെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ടീച്ചറുടെ വോയിസ് മാസം ശ്രമിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ടീച്ചറെ, ആ 2 ടീച്ചർമാർ ആരാണെങ്കിലും അവരെ മുഖം കാണിക്കാതെ നമുക്ക് അവരെ പബ്ലിക്കായിട്ട് മുഖം കാണിച്ചു കൊണ്ടൊന്നും പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇത് പൊതു സമൂഹത്തിലെ ഇനിയിപ്പോ നിയമപരമായി തന്നെ അവർ നേരിടണമല്ലോ ഹസൻ. ഇങ്ങനെ ഒരു കേസ് എടുത്തു, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ ഒരു സന്ദേശം പ്രചരിപ്പിച്ചു എന്നത് വളരെ ഗുരുതരമായ കേസാണ്. ആ കേസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പറയാനുള്ളത് അവർക്ക് പോലീസിന് മുന്നിലും അല്ലെങ്കിൽ അത് കോടതിയിൽ എത്തുകയാണെങ്കിൽ കോടതിയിലും ഒക്കെ പറയാം. അവിടെയാണ് അവർ അതിന് മറുപടി പറയേണ്ടത്. നമ്മൾ ഒരു വിചാരണയ്ക്ക് അതിനെ എടുക്കേണ്ട കാര്യമില്ല, ആ വിചാരണ നമ്മൾ നടത്തേണ്ട കാര്യവുമില്ല. പക്ഷെ അപ്പോഴും ഈ പ്രധാനപ്പെട്ട സംശയം, ഇങ്ങനെ ഒരു നിലപാട് 2 അധ്യാപകർക്ക്, ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ താൽക്കാലിക ജീവനക്കാരാണെന്നൊക്കെ നമുക്കറിയാമല്ലോ, അങ്ങനെ 2 താൽക്കാലിക ജീവനക്കാരായ അധ്യാപികമാർക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം, ഇങ്ങനെ ഒരു പരാതി വന്ന സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കൂടി പോലീസ് കേൾക്കും. തുടർന്നൊരു അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും വളരെ നന്നായി അറിയാവുന്ന സ്ഥലമാണ് കടവല്ലൂർ. കടവല്ലൂരൊക്കെ വലിയ ഒരു സാംസ്കാരിക പൈതൃകമുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് അന്യോന്യം നടക്കുന്നത്. അങ്ങനെ വലിയ മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാവുന്നത് എന്നതാണ് ഖേദകരം. എന്തായാലും മാനേജ്മെന്റ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ആ 2 അധ്യാപികമാരെ തൽക്കാലം എന്തായാലും സസ്പെൻഷൻ, തുടർന്ന് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊരു നിലപാടെടുക്കുന്നു. ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അവർ